ഓരോ അമ്മമാർക്കും ഓരോ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ അവരുടെ കുടുംബാംഗമാണ്. എനിക്കതിൽ നല്ല ആത്മവിശ്വാസമാണ്. ഞാൻ എന്താണെന്ന് ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും അറിയുന്നത് പോലെ അറിയുന്നവരാണ് ഈ നാട്ടിലെ അമ്മമാർ. എൻ്റെ അമ്മ കാണുന്ന പോലെയാണ് എൻ്റെ സഹോദരി എന്നെ കാണുന്നതിനേക്കാൾ സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള സഹോദരിമാർ കാണുന്നത്. വേറൊരാൾ നല്ലതാണെന്നോ വേറൊരാൾ ചീത്തയാണെന്നോ ഞാൻ പറയില്ല. കാരണം ഇവരെ പോലെ ഞാൻ മോശക്കാരനാണെന്ന് ഞോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ വേറൊരാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. ആരും മോശക്കാരല്ല. അവരവർക്ക് അവരവരുടേതായ ന്യായങ്ങൾ കാണും. ഇവിടെ എന്തോ ഇവിടെ താമസിക്കാത്ത ആൾ അമേരിക്കയിൽ നിന്ന് വന്ന ആളൊന്നുമല്ലല്ലോ. ഞാൻ ഇവിടെയുള്ള ആളാണ്. അപ്പം ഞാനിവിടെ ഉണ്ടേ എന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. അത് ഉമ്മൻചാണ്ടി ഓർക്കണമല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ ഓർക്കണം. കാരണം അദ്ദേഹത്തോട് ഏറ്റവും നീതികേട് കാണിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്തൊക്കെ ഇലക്ഷൻ ജയിക്കാമെന്ന് കരുതുന്നതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള, അത് കോളേജ് ഇലക്ഷനിലൊന്നും നടക്കുമായിരിക്കും. അത്ര കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കും അങ്ങ് പുറകോട്ട് പോയിട്ടില്ല. ഈ ചെയ്യുന്നവർ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതുപോലെ താഴ്ന്നു പോകുന്നവരില്ല. പത്തനാപുരത്ത് ഞാൻ ചെറിയൊരു മുറുക്കാങ്കടയാണെങ്കിലും ഞാൻ അത് ഉദ്ഘാടനം ചെയ്യും. അതിനവർ വിളിച്ചാൽ ഞാൻ പോയിരിക്കും. ഈ പറഞ്ഞ പോലെ പലരും വാഹനം എടുക്കുമ്പോൾ എന്നോട് പറയും, സാറൊന്ന് വന്ന് ഒന്ന് എടുത്തു തരണം നമ്മളെ വണ്ടി ആദ്യമായിട്ട്. ഞാൻ വളരെ എടുത്തു കൊടുക്കാൻ പോകുന്ന വരുന്നതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയോടെ എടുക്കും. പിന്നെ സെൻറ്റേട്ടൻ വന്നു, അദ്ദേഹം സുരേഷ് ഗോപി വന്നു, അദ്ദേഹം ജയിച്ചു, MP ആയി, കേന്ദ്രമന്ത്രിയായി. സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വക്കീലിന് മത്സരിക്കാമെങ്കിൽ, ഒരു ഡോക്ടർക്ക് മത്സരിക്കാമെങ്കിൽ, ഒരു അധ്യാപകന് മത്സരിക്കാമെങ്കിൽ, ഒരു സിനിമാ നടനും നടിക്കും മത്സരിക്കാം. കോൺഗ്രസ് എപ്പോഴും ഉള്ളതാണല്ലോ. ഇനിയിപ്പം അവർക്ക് ഭരണം കിട്ടിയാലും അവർക്ക് ആരൊക്കെ മന്ത്രിയാണോ ആര് മുഖ്യമന്ത്രിയാണോ എന്നുള്ള കൂട്ടടിയായിരിക്കും. അത് അവർക്കൊരു തീരുമാനത്തിലെത്താനും ഒരു ദുർബലമായ അവർക്കൊരു സർക്കാരെന്ന് പറഞ്ഞാൽ ദുർബലമായ സർക്കാരിനെ സൃഷ്ടിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം തന്നെ റോഡുകളൊക്കെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡുകളൊക്കെ ടാറി നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. തീർച്ചയായും സാറിൻ്റെ ഒരു കോൺഫിഡൻസ് ഇത്തവണയും ഇത് തന്നെയാണോ? ഈ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ KSRTC ലാഭത്തിലാണ്, ഇതൊക്കെ തന്നെയാണ് ഒരു കോൺഫിഡൻസ്? തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അഭിമാനമാണ്. കാരണം KSRTC ലാഭത്തിലായി എന്ന് പറയുന്നത് അവരുടെ MLA ആണെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷവും അഭിമാനമാണ്. ലോകത്തെവിടെ ചെന്നാലും പത്തനാപുരത്തുകാർക്ക് ഒരു വലിയ സ്ഥാനം ഇന്നുണ്ട്. അത് ഞങ്ങൾ നേടിയെടുത്താണ്. ഞങ്ങളുടെ നാടിൻ്റെ വളർച്ച കൊണ്ടും അഭിമാനകരമായ നേട്ടമായിട്ട് നമ്മൾ നേടിയെടുത്താണ്. അതിൽ ഓരോ പത്തനാപുരത്തുകാരും അഭിമാനിക്കുകയാണ്. ഞാനൊരു പത്തനാപുരത്തുകാരനാണെന്ന് പറയുന്നതിൽ. കാരണം ഇത് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഒരു വില്ലേജാണ്. ആ വില്ലേജിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമായി മാറി. എല്ലാ വീട്ടിലും ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലൂടെ വരുന്നു. എല്ലാവർക്കും ഇലക്ട്രിസിറ്റി, എല്ലാം നല്ല റോഡുകൾ, വാഹന സൗകര്യങ്ങൾ, ഇതെല്ലാം ഈ നാടിൻ്റെ പുരോഗതിയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത വികസനം മാത്രമല്ല, വ്യക്തിപരമായി ഓരോ വ്യക്തിയുടെയും അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഇങ്ങനെ അവർ ഒരു അത്യാവശ്യം വന്നാൽ സമീപിക്കുന്നത് തന്നെയാണ്. അത് ഞാൻ സ്നേഹത്തോടെ ഒരു കുടുംബാംഗത്തോടെ പോലെ അത് കൈകാര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും. അത് പല പരിപാടികളും ഇപ്പോൾ സാറിൻ്റെ ഒരു ബൈറ്റ് അടിക്കാനൊക്കെ ഞങ്ങൾ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സാർ ഇപ്പോൾ ഒരു ചെറിയ കടയുടെ ഉദ്ഘാടനം ആണെങ്കിൽ പോലും, അതിപ്പോൾ സാറിന് വരണമെന്നില്ല, ഒരു ചെറിയൊരു കടയുടെ ഉദ്ഘാടനം ആണെങ്കിൽ പോലും സാർ വിളിച്ച് അവിടെ പോകുന്നത് കാണുന്നുണ്ട്. ഞാൻ പോകും. ഞാൻ ഇവിടെയൊക്കെ പലരും സ്വന്തമായിട്ട് കാർ എടുക്കുമ്പോൾ പോലും അവരെ കാർ ഞാൻ എടുത്തു കൊടുക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് സ്വകാര്യമായിട്ട്. അതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം അവർ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ അവരെ കാർ ഒരു പ്രാർത്ഥനയോടെ എടുത്തു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമായിരിക്കുന്നു കരുതുന്ന ഒരുപാട് ആൾക്കാരാണ്. ആ സ്നേഹത്തോടെ ഞാനത് ചെയ്തു കൊടുക്കും. കാരണം ഞാൻ പത്തനാപുരത്ത് പുറത്തേക്ക് ഇങ്ങനെ പൊതുപരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല. ഈ ഒരു കഴിഞ്ഞ 5 വർഷവും ഞാൻ ജനങ്ങളുടെ ഈ ഗവൺമെൻറ് കാര്യങ്ങളുണ്ട്, ഗവൺമെൻറ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ LDFൻ്റെയോ പാർട്ടിയുടെയോ പരിപാടികൾ, അതല്ലാതെ ഈ കട ഉദ്ഘാടനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോകാറില്ല. കൊട്ടാരക്കര പോലും പോകില്ല. കാരണം അവിടെ പിന്നെ MLA ഉണ്ട്, അദ്ദേഹം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പോളിസി. പത്തനാപുരത്ത് ഞാൻ ചെറിയൊരു മുറുക്കാങ്കടയാണെങ്കിലും ഞാൻ അത് ഉദ്ഘാടനം ചെയ്യും. അതിനവർ വിളിച്ചാൽ ഞാൻ പോയിരിക്കും. ഈ പറഞ്ഞ പോലെ പലരും വാഹനം എടുക്കുമ്പോൾ എന്നോട് പറയും, സാറൊന്ന് വന്ന് ഒന്ന് എടുത്തു തരണം നമ്മളെ വണ്ടി ആദ്യമായിട്ട്. ഞാൻ വളരെ എടുത്തു കൊടുക്കാൻ പോകുന്ന വരുന്നതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയോടെ എടുക്കും. കാരണം അവർക്കതുകൊണ്ട് എൻ്റെ അടുത്ത് സമീപിച്ച ഒരാൾക്കും, എന്നോട് സൗഹൃദം സ്ഥാപിച്ച ആൾക്കാർക്ക്, എൻ്റെ പാർട്ടിയിൽ വന്ന ചെറുപ്പക്കാർക്ക് ഒരാൾക്കും തന്നെ ഒരു നാശം സംഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരുവിധം ഒരു മദ്യപാനിയ ആൾ പോലും എൻ്റെ കൂടെ കൂടിയാൽ അതിൽ നിന്ന് പിന്മാറും കുറച്ച് കഴിയുമ്പോൾ. കാരണം ഞാൻ അത് ശകാരിക്കും. അപ്പം ഈ സാറെന്താ ദേഷ്യപ്പെടുന്ന കാര്യം, പക്ഷെ അങ്ങനെയല്ല, നന്മയ്ക്ക് വേണ്ടി ഞാൻ ശകാരിക്കാറുണ്ട്. അതുകൊണ്ട് അതനുസരിക്കും. ഒരുപാട് മാറ്റങ്ങൾ അതുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി കുറേ കാലമായി പത്തനാപുരത്തിനെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരത്തിന് ഇറങ്ങുന്നത്. അതൊരു തിരിച്ചടിയാവാൻ സാധ്യത. 25 കൊല്ലമായിട്ട് ഞാനിവിടെ അല്ലേ, 25 കൊല്ലമായിട്ട് ഞാൻ ഈ നാട്ടിൽ ഈ വീട്ടിൽ, എൻ്റെ മേളൊരു വീട്ടിലാണ് ആദ്യം താമസിച്ചത്. എൻ്റെ ഒരു ബന്ധുവിന് വീട് അവിടെയാണ് താമസിച്ചത്. അവിടെ നിന്ന് ഞാൻ ഈ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയിട്ട് തന്നെ 15 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ എന്തോ ഇവിടെ താമസിക്കാത്ത ആൾ അമേരിക്കയിൽ നിന്ന് വന്ന ആളൊന്നുമല്ലല്ലോ. ഞാൻ ഇവിടെയുള്ള ആളാണ്. അപ്പം ഞാനിവിടെ ഉണ്ടേ എന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല.
ഞാനിവിടെ ഉണ്ട് എന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഞാനിവിടെയാണ്. ഈ വീടിൻ്റെ മുമ്പിൽ കാണുന്ന സ്ഥാപനങ്ങളിലെല്ലാം പരിസ്ഥിതി കാണാം, MLA ഓഫീസിന് സമീപം, കാരണം എൻ്റെ വീടാണത്. അപ്പോൾ അത് അങ്ങനെ ആളുകളായി ഈ സ്ഥലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അങ്ങനെയാണ്, MLA ഓഫീസ് നിൽക്കുന്ന സ്ഥലം MLAയുടെ വീടിൻ്റെ അവിടെ എന്നാണ് അടയാളം പറയുന്നത് പോലും. അപ്പം ഞാനുണ്ട് എന്ന് പോസ്റ്ററിൽ അടിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ പോസ്റ്ററിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം സാറിൻ്റെ ഒരു ഗണേഷ് കുമാറിനെ വിജയിപ്പിക്കുക എന്നൊരു ബാനറോ പോസ്റ്ററോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എതിർ സ്ഥാനാർത്ഥിൻ്റെ ഒരു ബാനറോ പോസ്റ്റർ നിർബന്ധമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കാണും, കാരണം അതൊക്കെ ഈ പാർട്ടി മീഡിയ നമ്മൾ ഈ പോസ്റ്റർ ഒട്ടിക്കാനോ ഇതൊക്കെ പത്തനാപുരം വഴി ബാംഗ്ലൂർ വന്ന വണ്ടിയാണ് പോകുന്നത്. ആൾക്കാർക്ക് സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പം, അത് ഞാൻ കൊണ്ടുവന്നതല്ലേ അതെല്ലാം. അപ്പോൾ അവർക്കൊരു സന്തോഷമില്ല, ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് KSRTCയുടെ അടിപൊളി വണ്ടി പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഈ നമ്മൾ ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാത്തടത്ത് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു, വേണമെങ്കിൽ ഞാൻ തിരിഞ്ഞു ചെന്നാൽ എൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ വെച്ചതിൻ്റെ 5-6 ഇരട്ടി ഫ്ലെക്സ് ബോർഡാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി വെച്ചത്. അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. ഞാൻ 8 ദിവസം മാത്രമാണ് പ്രചരണത്തിന് ഇറങ്ങിയത്. എൻ്റെ കയ്യിൽ എനിക്കാരും പൈസ പിരിവും തന്നില്ല, സാമ്പത്തികമൊക്കെ വളരെ ഞെരുക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ പ്രവർത്തനം തന്നെ വളരെ പുറകിലായിരുന്നു നമ്മൾ. പക്ഷേ ഷോയിൽ പുറകിലായിരുന്നു. പക്ഷേ പ്രവർത്തകർ ആത്മാർത്ഥയോടെ ജോലി ചെയ്തു, ജനങ്ങൾ ആത്മാർത്ഥയോടെ സ്വീകരിച്ചു. പക്ഷേ ഷോ കാണിക്കാൻ നമ്മളിൽ ഒന്നുമില്ലായിരുന്നു. നമ്മളെ സഹായിക്കാൻ അദാനി അംബാനി ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഈ പോസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോഴാണ് പത്തനാപുരത്ത് മാത്രം കണ്ടൊരു കാഴ്ചയാണ് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററുകളും ബാനറുകളും വ്യാപകമായി കാണുകയാണല്ലോ. അതെ, ഉമ്മൻചാണ്ടി ഓർക്കണമല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ ഓർക്കണം. കാരണം അദ്ദേഹത്തോട് ഏറ്റവും നീതികേട് കാണിച്ചത് കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരിക്കെ അദ്ദേഹത്തിനെ നിയമസഭയുടെ സൈഡിലോട്ട് മാറ്റിയിരുത്തിയിട്ട്, അത് ഞാൻ ഒരു പാർട്ടി മാത്രമുള്ള ഒരു MLA മാത്രമല്ല, ഞാൻ ഇരിക്കുന്നതിന് തൊട്ടടുത്ത കസേരയിൽ മാറ്റിയിരുത്തിയിട്ട് രമേശ് ചെന്നിത്തലയും അത് കഴിഞ്ഞ് അദ്ദേഹത്തെക്കാൾ വളരെ വളരെ ജൂനിയറായ ഉമ്മൻചാണ്ടി സഹായിച്ച് ടിക്കറ്റ് കിട്ടി വന്ന ആൾക്കാരാണ്. ഉമ്മൻചാണ്ടിയുടെ 50 വർഷം ഉമ്മൻചാണ്ടി നിയമസഭ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും VD സതീശനൊക്കെ 25 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു നേതാവിനെ ഉമ്മൻചാണ്ടിയുടെ നേതാവായി അപ്പുറത്തിരുത്തിയത് ഞാനാണ്. അതുകൊണ്ട് ആ ഒരു തെറ്റിനൊക്കെ ചില പ്രായശ്ചിത്തം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടുതൽ സ്ഥലത്ത് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹത്തോട് തെറ്റ് ചെയ്തവർ അദ്ദേഹത്തിൻ്റെ ചിത്രം വയ്ക്കുന്നുണ്ട്, സന്തോഷം. അതുപോലെ ഇപ്പോൾ ഒരാളെ കുറിച്ച്, അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, കുടുംബപരമായ കാര്യങ്ങളാണ്, അതൊന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്. പത്തനാപുരത്തെ വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ, അല്ലെ നമ്മൾ പോകുന്നിടത്ത് കുറേ ആളുകൾ അങ്ങനെ വന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാം. ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു അന്തസ്സുള്ള കാര്യമല്ല. ഞാൻ ഇവിടെ വന്ന കാലത്ത് എനിക്കെതിരെ അന്ന് തൊട്ടേ അറ്റാക്കുകളുണ്ട് എല്ലാ ഇലക്ഷനും. അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു ഗ്രൂപ്പ്, അന്നത്തെ അത്തരത്തിലൊരു മാഗസീൻ അടിച്ചിറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്നെ സമീപിച്ചിട്ട് എന്നോടും എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും, അച്ഛൻ പതുക്കെ ഒഴിഞ്ഞു മാറിയിട്ട് അമ്മയുടെ കൊടുത്തു, അമ്മയോടും ചോദിച്ചു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ മോശമായിട്ട് എഴുതാൻ കുറച്ച് പൈസ തന്നാലും. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ നമുക്ക് വേണ്ട. അല്ല, എതിർ സ്ഥാനാർത്ഥിയാണ് എന്ന് കരുതി അതൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അയാൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും പാടില്ല എന്ന് ഞങ്ങളന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ തീരുമാനം ഇന്നും അതാണ്. പിന്നെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തൊക്കെ ഇലക്ഷൻ ജയിക്കാമെന്ന് കരുതുന്നതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള, അത് കോളേജ് ഇലക്ഷനിലൊന്നും നടക്കുമായിരിക്കും. അത്ര കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കും അങ്ങ് പുറകോട്ട് പോയിട്ടില്ല. ഈ ചെയ്യുന്നവർ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതുപോലെ താഴ്ന്നു പോകുന്നവരല്ല. പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങൾ ഉന്നതമായ സാംസ്കാരിക മൂല്യം നിലനിർത്തുന്നവരാണ്. അവർ ഈ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അതിൻ്റെ കൂടെ പാതാളത്തിലേക്ക് പോകുന്ന ഒരു നിലവാരം കുറഞ്ഞ ആളുകളല്ല പത്തനാപുരത്തെ ജനങ്ങൾ എന്ന് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കറിയാം, വന്ന ആവശ്യവർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന പ്രചാരണ ആയുധം തന്നെ അതാക്കി മാറ്റിയാണ്. എന്താണ് പറയാനുള്ളത്? ഞാനൊരു മന്ത്രിയായിരുന്നു, 3 തവണ മന്ത്രിയായിരുന്ന ആളാണ്. എൻ്റെ പേരിൽ ഒരു അഴിമതിയോ ഞാനൊരാളെ ദ്രോഹിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഉപദ്രവിച്ചു എന്ന് പറയാം. ഞാൻ വനം വകുപ്പിൽ മന്ത്രിയായിരുന്നു, എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. സ്പോർട്സ് വകുപ്പിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രധാന സ്പോർട്സ് സമുച്ചയങ്ങളെല്ലാം ഞാൻ നിർമ്മിച്ചതാണ്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അടക്കം ഞാൻ നിർമ്മിച്ചതാണ്. എൻ്റെ കാലത്ത് എൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പുറത്ത് ഞാനെടുത്ത അമിതമായ താല്പര്യത്തിൻ്റെ പുറത്ത് വന്നതാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി ക്രിക്കറ്റ് അസോസിയേഷനും അത് ക്രിക്കറ്റ് താരങ്ങളും വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ ഒരു ആത്മാർത്ഥമായ സമീപനം തന്നെയാണ്. അതിൻ്റെ പകുതിയോളം പണി തീർത്തിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇന്ത്യയിൽ എവിടെയും സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഒരു സ്റ്റേഡിയം ഉണ്ടായിട്ടില്ല. യാതൊരു അഴിമതിയുടെ കറപുരളാതെ, യാതൊരു ആരോപണമോ അഴിമതിയോ ഉണ്ടാകാതെ അത്തരത്തിലൊരു പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ആളാണ് ഞാൻ. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടവർക്കാണ്. എൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് സ്പോർട്സ് രംഗത്തുള്ളവരുടെ സുവർണ്ണകാലമായിരുന്നു. അത് ഈ സ്പോർട്സ് രംഗത്തുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു വനിതയെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കിയ ആൾ ഞാനാണ് ആദ്യമായി.
ഇതൊക്കെ ആ, ആ, സ്പോർട്സിൽ നിന്ന് തന്നെ ഒരു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ കൊണ്ടുവന്നത് ഞാൻ, മറ്റെല്ലാം രാഷ്ട്രീയക്കാരാണ് ഇരുന്നത്. ഒരു സ്പോർട്സ് താരമായ പത്മിനി തോമസിനെ അന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കിയത് ഞാനാണ്. ആദ്യമായിട്ടാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ, അതും സ്പോർട്സ് രംഗത്തുള്ളൊരു സ്ത്രീയെ ആദ്യമായി സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കുന്നത് ഞാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങളുടെ ഉടമയാണ് ഞാൻ. അപ്പോൾ ഒരു സ്ത്രീക്ക് അത്രയും ഒരു പദവിയിലിരിക്കാൻ യോഗ്യതയുണ്ടെന്നും ഒരു കായിക താരത്തിന് അതിലിരിക്കാൻ യോഗ്യതയുണ്ടെന്നും ഞാൻ കണ്ടെത്തി. അതിലെനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ സിനിമാ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, സിനിമ വകുപ്പായിരുന്നുണ്ട്, ആ വകുപ്പിലെ എല്ലാ തിയേറ്ററുകളും നവീകരിച്ചു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തു. ഇന്ന് AC-യും DTS-ഉം ഡിജിറ്റൽ സൗണ്ടും പിക്ചറും ഇല്ലാത്ത ഒരു തിയേറ്ററും കേരളത്തിലില്ല. അഭിമാനത്തോടെ എനിക്ക് ജനങ്ങളെ സമീപിക്കാം. കാരണം അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. 50 രൂപ ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ പരമാവധി ടിക്കറ്റ് ചാർജ് 60 രൂപയായിരുന്നു. പക്ഷേ പുലിമുരുകൻ എന്ന സിനിമ വരുമ്പോഴേക്കും പരമാവധി ടിക്കറ്റ് ചാർജ് 600 രൂപയിലേക്ക് മാറി. അതാണ് ചിത്രം 100 കോടി ക്ലബിലേക്ക് മാറിയത്. നടീനടന്മാർ വാങ്ങിച്ച ശമ്പളം 3 കോടി 4 കോടി 5 കോടി 10 കോടിയിലൊക്കെ പോയത് ഗണേഷ് കുമാർ 10-21 മാസം സിനിമയുടെ മന്ത്രിയായിരുന്നു. അത് ഈ 100 കോടി ക്ലബിനൊക്കെ കാരണം ഗണേഷ് കാരണം 60 രൂപയ്ക്കുള്ള ടിക്കറ്റ് ഇല്ലായിരുന്നല്ലോ. ആറാം തമ്പുരാൻ കണ്ട അത്ര ആളുകൾ ഒരുപക്ഷെ പുലിമുരുകൻ കണ്ടു കാണില്ല. പക്ഷേ ആറാം തമ്പുരാന് 60 രൂപ 70 രൂപയാണ് മാക്സിമം ടിക്കറ്റ് കിട്ടിയിരുന്നത്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്ക് 200 മുതൽ 600 രൂപ വരെ തിരുവനന്തപുരത്തൊക്കെ തിയേറ്ററുകളിൽ കിടന്ന് കാണാം. 600 രൂപ കൊടുത്താൽ 650 രൂപ, അങ്ങനെ ഉള്ളൊരു വലിയ ബിസിനസ്. മാത്രമല്ല സിനിമയുടെ ഏറ്റവും വലിയ സെൻറ്ററായിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ AC ഇല്ലാത്ത തിയേറ്ററുണ്ട്. പക്ഷേ കൊച്ചു കേരളത്തിൽ AC ഇല്ലാത്തൊരു തിയേറ്ററുമില്ല. ആ മാറ്റങ്ങളൊക്കെ സിനിമയിലുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും ആ മാറ്റങ്ങളുടെ കാരണക്കാരൻ ഞാനാണെന്ന് ജനങ്ങൾ അംഗീകരിക്കും. കായിക രംഗത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണെങ്കിലും വെഞ്ഞാറമൂട്ടിലെ സ്വിമ്മിംഗ് പൂളായാലും ഇതെല്ലാം തുറന്ന് പ്രവർത്തിപ്പിച്ചതും അതിനെല്ലാം നന്നാക്കി കൊണ്ടുവന്ന ഗണേഷ് കുമാറാണെന്ന് കായിക രംഗത്തുള്ളവർ പറയും. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കൊടുത്ത ആൾ ഞാനാണ്. ഏറ്റവും നല്ല യൂണിഫോംസ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അതിലൊക്കെ എനിക്ക് എൻ്റെ മനസ്സൊരു ചാരിതാർത്ഥ്യമുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർ പറയണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളെ പോലെ ആ സ്പോർട്സ് രംഗത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് ഏറ്റവും നല്ല മികച്ച സാധനങ്ങളും അവരുടെ ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ചിന്തയുണ്ട്. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ചൊരു വിമർശനം വരുന്നത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എപ്പോഴും പറയുന്നത് ഞങ്ങൾ പുറത്താക്കി, അത് നല്ല കാര്യമല്ലെന്ന്. പക്ഷേ PK ശശി അവർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് രണ്ട് എങ്ങനെയാണ് ഇതിനെ അതിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറ്റിയൊരു സമയമല്ല. ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആൾ ഇതിനൊന്നും അഭിപ്രായം പറയാൻ പാടില്ല. അത് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പത്തനാപുരത്തെ ഇലക്ഷനിൽ ജനങ്ങളുമായി സംവാദിച്ച് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കാര്യം പറയാൻ ഞാനാണല്ല. വേറൊരാൾ നല്ലതാണെന്നോ വേറൊരാൾ ചീത്തയാണെന്നോ ഞാൻ പറയില്ല. കാരണം ഇവരെ പോലെ ഞാൻ മോശക്കാരനാണെന്ന് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ വേറൊരാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. ആരും മോശക്കാരല്ല. അവരവർക്ക് അവരവരുടേതായ ന്യായങ്ങൾ കാണും ഏത് വിഷയത്തിൽ. ചിലപ്പം നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കില്ല അതിൻ്റെ യാഥാർത്ഥ്യം. വരട്ടെ, അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സിനിമാ താരങ്ങൾ കൂടുതലായിട്ട് മത്സരത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പം തന്നെ കാണുന്നുണ്ട്. അതെ, മത്സരിക്കട്ടെ, എല്ലാവരും മത്സരിക്കട്ടെ. എല്ലാവർക്കും അവസരമുണ്ടല്ലോ. മുകേഷ് വന്നു, അദ്ദേഹം 2 തവണ MLA ആയി. ഇന്നസെൻ്റ് ഏട്ടൻ വന്നു, അദ്ദേഹം സുരേഷ് ഗോപി വന്നു, അദ്ദേഹം ജയിച്ചു, MP ആയി, കേന്ദ്രമന്ത്രിയായി. സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വക്കീലിന് മത്സരിക്കാമെങ്കിൽ, ഒരു ഡോക്ടർക്ക് മത്സരിക്കാമെങ്കിൽ, ഒരു അധ്യാപകന് മത്സരിക്കാമെങ്കിൽ, ഒരു സിനിമാ നടനും നടിക്കും മത്സരിക്കാം. തെറ്റില്ല. അതും ഒരു പ്രൊഫഷനാണ്. എല്ലാവർക്കും, ഏത് പൗരനും, തലയ്ക്ക് വെളിവുള്ള, മാനസിക രോഗമില്ലാത്ത, തലയ്ക്ക് വെളിവുള്ള 18 വയസ്സ് 21 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരും മത്സരിക്കുന്നു, രാഷ്ട്രീയക്കാരും മത്സരിക്കുന്നു, ഒക്കെ ഉള്ളത് അത് വേറെ കാര്യം. നന്നായിരുന്നാൽ മതി. ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരു സിനിമാ നടനായിരുന്ന ഞാൻ രാഷ്ട്രീയത്തിൽ വന്നു 25 വർഷം, ഒരു ചെറിയ പീരീഡല്ല, ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാനും ഈ നാട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ ഓഫീസിന് മുമ്പിൽ, ഈ ഓഫീസിന് മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഈ ഒരു 500 മീറ്റർ റേഡിയസിനുള്ളിൽ ഞാൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞാൽ ഒരു ഡസൻ കാണാം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ പിന്നെ നമ്മുടെ കുണ്ടയത്ത് പാലം വരുന്നു. കുണ്ടയത്ത് RD ഓഫീസ് കൊണ്ടുവന്നു. കുണ്ടയം വഴി ഗാന്ധി ഭവനോടനുബന്ധിച്ച് പാലം വന്നു, RT ഓഫീസ് വന്നു. അവിടെ പുതിയ സിവിൽ സ്റ്റേഷൻ വരുന്നു. അവിടെ പുതിയ 3.5 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനം. ഈ ഒരു ഭാഗത്തേക്ക് മാത്രം ഞാൻ പറയാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് മാൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേട്ടം തന്നെയാണ്. ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ, തിയേറ്ററൊക്കെ ഉള്ളൊരു ഷോപ്പിംഗ് മാൾ കേരളത്തിലൊരു പഞ്ചായത്തിനുമില്ല. അത് LDF പഞ്ചായത്ത് കൊണ്ടുവന്നതാണ്. അത് ഞങ്ങളുടെ നേട്ടമായിട്ടാണ് പറയുന്നത്. MLA എന്നുള്ള നിലയിൽ LDF എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 500 മീറ്റർ പോലും പോകേണ്ട 98 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തിയാവുകയാണ്. എവിടെ നിന്ന് നിങ്ങൾ ഇവിടെ ഏത് സ്പോട്ടിൽ നിങ്ങൾ നിൽക്കുന്നോ ആ സ്പോട്ടിൽ നിന്ന് ഗണേഷ് കുമാർ ചെയ്തു തന്ന കാര്യങ്ങൾ ചോദിച്ചാൽ 5-6 കാര്യങ്ങൾ എടുക്കാൻ പറ്റും.
ഓരോ ചവിട്ടടിയിലും വികസനമാണ്. ഈ നടന്നു പോകുന്ന വഴികളുടെ മുഴുവൻ പൈപ്പ് ലൈൻ വലിച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും കുടിവെള്ളം, ശുദ്ധീകരിച്ച കുടിവെള്ളം. ഇതൊക്കെ ഒരു MLA എന്നുള്ള നിലയിൽ അഭിമാനകരമായ നേട്ടമാണ്. പല മുനിസിപ്പാലിറ്റികളിൽ പോലും സമ്പൂർണ്ണ കുടിവെള്ളമില്ലാത്തപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ എല്ലാ പഞ്ചായത്തിലും, ഒരു വിളക്കുടി പഞ്ചായത്ത് എന്നൊരു പഞ്ചായത്തിൽ മാത്രമാണ് കോൺട്രാക്ടറുടെ ഒരു ഇഷ്യൂവിൽ പണി പൂർത്തിയാവാതെ കിടക്കുന്നത്. ബാക്കി എല്ലാ പഞ്ചായത്തിലും പരിപൂർണമായി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമുക്ക് വെള്ളം തികയാത്തൊരവസ്ഥയിൽ ഇതിൻ്റെ അപ്ഗ്രഡേഷൻ, അതായത് ഇന്ന് 12 ലക്ഷം ജലം ശുദ്ധീകരിക്കുന്ന സ്ഥലത്ത് 24 ലക്ഷമാക്കി ലിറ്ററാക്കി വർദ്ധിപ്പിക്കാൻ ഉള്ള പ്ലാന്റും കാര്യങ്ങളും പണം അനുവദിച്ചു. അതിനെ ടെൻഡർ വിളിച്ചു. അതിൻ്റെ നിർമ്മാണം തുടങ്ങാനുള്ള നടപടികളായിട്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. ദീർഘവീക്ഷണത്തോടെ ഞാൻ ഒരു 20 വർഷം കഴിഞ്ഞ് ഇത്രയും കണക്ഷൻ വരുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ അതെൻ്റെ കണക്കൂട്ടൽ തെറ്റിച്ചത് ജലജീവൻ മിഷൻ പദ്ധതി വന്നതോടുകൂടി എല്ലാവർക്കും കണക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു സർക്കാർ. അങ്ങനെ അപ്പോഴും ഈ കേരള സംസ്ഥാന സർക്കാർ മാത്രമാണ് ഈ ഉപഭോക്താവിൻ്റെ കോൺട്രിബ്യൂഷൻ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആ പണം കൂടി സർക്കാർ കൊടുക്കും. മറ്റേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ, അത് പകുതി. അതിന് ബാക്കി പഞ്ചായത്തിൻ്റെ ഒരു ഓഹരിയും ഗുണഭോക്താവിൻ്റെ ഓഹരിയും, ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചുകൊണ്ട് അതുകൂടി കേരള സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം 100% സൗജന്യമായി. അങ്ങനെ ഈ കണക്ഷൻ എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ 10-20 ലക്ഷം കണക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇന്ന് അത് പെട്ടെന്ന് തന്നെ വന്നു. അതായത് 20 വർഷം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യം ഒരു 2.5 വർഷം കൊണ്ട് വന്നപ്പോൾ താങ്ങാൻ പറ്റാതായി. അപ്പോഴിനിയിപ്പം പുതിയ പ്ലാന്റിൻ്റെ അപ്ഗ്രഡേഷൻ, അതിനെല്ലാം തന്നെ മുൻകൂട്ടി ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ അത് ഒരു പ്രതിസന്ധിയിലെത്തിയതിന് ശേഷം ഇനി എന്താ പരിഹാരം എന്ന് ആലോചിച്ചിരിക്കുക. അഡ്വാൻസ് ചെയ്തു നമ്മൾ. അതിന് കോടിക്കണക്കിന് രൂപ പണം അനുവദിച്ചു, ടെൻഡർ വിളിച്ചു, കോൺട്രാക്ട് ഒരു ടെൻഡർ കഴിഞ്ഞ് എടുത്തില്ല, രണ്ടാമത്തെ ടെൻഡർ വിളിച്ചു, എടുത്തു, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവിടെ തന്നെ ഇവിടുന്ന് ഇപ്പം സമാന്തരമായി ഇപ്പം ഈ കുണ്ടയം പാലം വരുന്നു, ഗാന്ധി ഭവൻ. ആ പാലത്തിന് സമാന്തരമായി തന്നെ ഈ റോഡിൻ്റെ ഇടതുവശത്ത് കരിയന്തോപ്പ് കടന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ കടവിലേക്ക് ഒരു തൂക്കുപാലമാണ് നിൽക്കുന്നത്. ഈ തൂക്കുപാലം അഴിച്ചു മാറ്റിയിട്ട് അവിടെ നമ്മൾ ഏതാണ്ട് ഒരു 20 കോടി രൂപയുടെ ഒരു പുതിയ പാലം വരും. അതായത് കല്ലടയാറിൻ്റെ കുറുകെയുള്ള ഏറ്റവും ലെങ്തിയസ്റ്റ് പാലമായി, ഏറ്റവും നീളം കൂടിയ പാലമായി, വളരെ നീളം കൂടിയ ഒരു സ്ഥലത്താണ് തിരിക്കുന്നത്. ഒരു ടേണിംഗ് ആണ് നദിയുടെ. അപ്പോൾ അവിടെയാണ് പാലം വരുന്നത്. അതുപോലെ KSRTCയുടെ അംബാസിഡറായിട്ട് മോഹൻലാൽ എത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ ആളുകൾ ഉറ്റുനോക്കുന്നത് ഇനി പ്രചാരണത്തിനും താരങ്ങൾ ആരെങ്കിലും എത്തുമോ എന്നുള്ളതാണ്. ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, അതിൻ്റെ ഒമ്പത്തെ പ്രാവശ്യം വന്നിരുന്നു. എന്നോട് അത് രാഷ്ട്രീയമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനുജനായി അദ്ദേഹം കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായിട്ട് വന്നത്. പ്രിയദർശൻ വന്നു, അദ്ദേഹം പ്രിയദർശൻ ഇവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹം അവരാരും വരുന്നത് ഒരു രാഷ്ട്രീയം വെച്ചിട്ടോ ഒന്നുമല്ല, അവരുടെ ഒരു സഹോദരൻ കൂടപ്പുറപ്പെന്നുള്ള സ്നേഹത്തിലാണ്. ലാലേട്ടനെ പോലെ ഒരു വലിയ നടൻ അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം, പ്രിയദർശനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം KSRTCക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞത് 2 പരസ്യമാണ്, ഒരു പരസ്യമല്ല, 2 പരസ്യമാണ് ചെയ്തത്. അപ്പം അതൊക്കെ ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് വരുന്നത്. ഒരുപാട് നല്ല റിലേഷൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതുപോലെയാണ് ഇപ്പം എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നത് സ്ത്രീകൾ ആരും ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ കണ്ടത് ഒരു കൂട്ടം അമ്മമാർ സാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ അവരുടെ കുടുംബാംഗമാണ്. ഓരോ അമ്മമാർക്കും, ഓരോ സഹോദരന്മാർക്കും, സഹോദരിമാർക്കും ഞാൻ അവരുടെ കുടുംബാംഗമാണ്. എനിക്കതിൽ നല്ല ആത്മവിശ്വാസമാണ്. ഞാൻ എന്താണെന്ന് ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അറിയുന്നത് പോലെ അറിയുന്നവരാണ് ഈ നാട്ടിലെ അമ്മമാർ. എൻ്റെ അമ്മ കാണുന്ന പോലെയാണ് എൻ്റെ സഹോദരി എന്നെ കാണുന്നതിനേക്കാൾ സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള സഹോദരിമാർ കാണുന്നത്. അവർക്ക് എന്നോട് സ്നേഹമാണ്. ഞാൻ അവർക്ക് ഉതകുന്ന, അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുടുംബാംഗമാണ് ഞാൻ. അവർക്ക് ഏത് ആപത്തിലും ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ സ്കൂളിൽ വെച്ച് പറയും, മക്കളെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈബർ ഭീഷണിയോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ വേറെ ആരോടും അച്ഛനോടും പോലും പറയണ്ട, ഗണേശങ്ങളോട് പറയാം. ആരും അറിയാതെ ഗണേശങ്ങൾ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കും. ഒരു കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ച് പേടിപ്പിക്കുക അങ്ങനെ ചെയ്ത് കുഞ്ഞ് പേടിച്ചു പോകും. കുഞ്ഞാകെ ആരോട് പറയണം? അച്ഛനോട് പറയാം, അമ്മയോട്. ഞാൻ പറഞ്ഞ മക്കൾ നേരെ വന്ന് മാമനോട് പറയാം. ഗണേശ് മാമനെ എവിടെ വെച്ച് കണ്ടാലും ചെവി പറഞ്ഞാൽ മതി. ഗണേശ് മാമൻ അത് നിങ്ങളുടെ ഒരു വിഷമം ഉണ്ടാവാതെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഞാൻ ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കും. അത് ഞാൻ കൊടുക്കുന്ന ഉറപ്പാണ്. അതൊരു ആരും കൊടുക്കാത്തൊരു ഉറപ്പാണ്. വോട്ടില്ലാത്തൊരു കുഞ്ഞിന് കൊടുക്കുന്ന ഉറപ്പാണ്. ആ കുഞ്ഞൊരിക്കലും മനസ്സുകൊണ്ട് ഭയപ്പെടാൻ പാടില്ല. എത്ര വലിയ കാര്യമാണെങ്കിലും അത് ഗണേശ് മാമൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് സോൾവ് ചെയ്ത് തരുമെന്ന വിശ്വാസം ഈ കുഞ്ഞുങ്ങളിലേക്ക് മനസ്സിലുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെ. അത് ഞാൻ സ്കൂളുകളിൽ പറയാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ആൺകുഞ്ഞുങ്ങളോടും പറയാറുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ കൂടെ എല്ലാത്തിനും. നിങ്ങൾ എന്നോട് പറഞ്ഞു രഹസ്യമായിട്ട്. അച്ഛനമ്മയോട് പറയാൻ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഭയമായിരിക്കും, അവർ വഴക്ക് പറയുന്നത്. പക്ഷേ നിങ്ങളെ ഇരുചെവി അറിയാതെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ, രക്ഷിതാക്കൾക്കും ഭയമാവും. പക്ഷേ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ രക്ഷിക്കാൻ നമുക്ക് കഴിയും.
അത് ചെയ്യാൻ കഴിയും. അത് നിയമത്തിനുള്ളിൽ നിന്ന് തന്നെ അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഉറപ്പാണ്. ഇത് അവരുടെ വീട്ടിലുള്ള ആൾക്കല്ലേ ഇവിടെ അവരുടെ അമ്മാവൻ അങ്കിളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു അപ്പൂപ്പനോ മുത്തശ്ശനോ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ ഈ ഉറപ്പ് കൊടുക്കും. ആ ഉറപ്പ് കൊടുക്കുന്നവനാണ് ഞാൻ. അതൊക്കെ വളരെ വ്യക്തിപരമാണ്. ആദ്യം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു കോൺഫിഡൻസ് ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. കാരണം അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ഒക്കെ ശേഷം അങ്ങനെ ഒരു ഫീൽ. അത് കോൺഗ്രസ് എപ്പോഴും ഉള്ളതാണ്. ഇനിയിപ്പം അവർക്ക് ഭരണം കിട്ടിയാലും അവർക്ക് ആരൊക്കെ മന്ത്രിയാണോ ആര് മുഖ്യമന്ത്രിയാണോ എന്നുള്ള കൂട്ടടിയായിരിക്കും. അത് അവർക്കൊരു തീരുമാനത്തിലെത്താനും ഒരു അവർക്കൊരു സർക്കാർ എന്ന് പറഞ്ഞാൽ ദുർബലമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കാനേ കഴിയത്തുള്ളൂ. ഇവിടെ ജനങ്ങൾക്കിഷ്ടം സുദൃഢമായ കാര്യങ്ങൾ നടത്താൻ കരുത്തുള്ള ശ്രീ പിണറായി വിജയനെ പോലെ കരുത്തുള്ളൊരു നേതാവ് നയിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ. പഞ്ചായത്തിനൊക്കെ അങ്ങോട്ട് വോട്ടിയും പാർലമെൻറ്റിൽ ഇങ്ങോട്ട് വോട്ടി അതൊക്കെ ചെയ്യും. പക്ഷേ കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പല ഗ്യാരപ്പോളുകളും നടത്തിയല്ലോ. ഇപ്പം നമ്മൾ ഒരു ചാനലുകൾ നടത്തി, പിന്നെ മറ്റ് ഏജൻസികൾ നടത്തി. അതിലെല്ലാം ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ എന്ന് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത്രയ്ക്കും ബോൾഡായിട്ടുള്ള ഒരാൾ കേരളം ഭരിക്കണമെന്ന് മലയാളി ആഗ്രഹിക്കുകയാണ്. മലയാളി ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്നും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടെന്നാൽ ചില അച്ചടക്കങ്ങളും കാര്യങ്ങളും വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിർബന്ധവും. ഇപ്പോൾ KSRTCയിലേക്ക് ആളുകൾ ആകൃഷ്ടരായ എന്തുകൊണ്ടാണ്? കൃത്യസമയത്ത് വരും, നന്നായി പെരുമാറും, വണ്ടി ക്യാൻസലേഷൻ ഇല്ല, വണ്ടി വഴി കിടക്കില്ല. ഇതെല്ലാം ഞാൻ ഉറപ്പ് വരുത്തിയപ്പോൾ KSRTC ജീവനക്കാർ നന്നായി പെരുമാറി. അപ്പം നോക്കിയപ്പോൾ കറക്റ്റാണ്. ഗണേഷ് കുമാർ പറയുന്നത് കറക്റ്റാണ്. അവർ നന്നായി പെരുമാറുന്നു, അവർ കറക്റ്റ് സമയത്ത് വണ്ടി കൊണ്ടുവരും, ഇറങ്ങേണ്ടടുത്ത് ഇറക്കി വിടും, കൈ കാണിച്ചാൽ നിർത്തും. ഇതെല്ലാം കണ്ടപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളാണ് KSRTC ഇപ്പോൾ വളർത്തുന്നത്. സമ്പൂർണ്ണ പിന്തുണയല്ലേ? സോഷ്യൽ മീഡിയ എടുത്താലും ദൃശ്യമാധ്യമങ്ങളായാലും KSRTCക്ക് സമ്പൂർണ്ണ പിന്തുണയാണ്. അതാണ് മലയാളി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സമ്പൂർണ്ണ പിന്തുണയാണ്. എനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് KSRTCയുടെ ഒരു മന്ത്രി ട്രാൻസ്പോർട്ട് മന്ത്രി എന്നതിൽ സമ്പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. അതിനെനിക്ക് അതിയായ നന്ദിയും കടപ്പാടും കേരളത്തിലെ ജനങ്ങളോടുണ്ട്. എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. പത്തനാപുരത്തെ ജനങ്ങൾ, അതോടൊപ്പം കേരള ജനത KSRTC നന്നാക്കുന്ന കാര്യത്തിന് എടുക്കുന്ന ഓരോ പരിഷ്കാരത്തിനെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് അഭിനന്ദിച്ചതുകൊണ്ടാണ്. കാരണം ഡീസൽ ഒഴിച്ചാലേ വണ്ടി ഓടൂ എന്ന് പറയുന്നതൊക്കെ പ്രോത്സാഹിപ്പിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റും. കൈയടിച്ചാലേ ഒരു ഓട്ടക്കാരന് മുന്നോട്ട് പോകാൻ പറ്റും. ആ കൈയടി തന്നത് കേരളത്തിലെ ജനങ്ങളാണ്. നന്ദിയുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ജാതിയില്ല, അതിൽ മതമില്ല. എനിക്ക് ജാതി ചിന്തകളോ മതചിന്തകളോ അങ്ങനെ രാഷ്ട്രീയമോ ഞാൻ ആരോടും ഇന്നുവരെ പത്തനാപുരത്ത് ചോദിച്ചിട്ടില്ല. എന്നെ കാണാൻ തിരുവനന്തപുരത്ത് ഓഫീസിൽ വരുന്നവരോട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആരുടെയും രാഷ്ട്രീയമോ ജാതിയോ മതമോ ചോദിച്ചിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്നെ കാണാൻ വന്ന UDFൻ്റെ മെമ്പർമാരോട് ചോദിക്കണം. ഇവിടെ നിന്നല്ല, പല സ്ഥലത്തുനിന്നും ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ കാണാൻ വന്ന UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, UDFൻ്റെ BJPയുടെ അവരോട് ചോദിക്കണം, അയാൾ എങ്ങനെ പെരുമാറി, അയാൾ നിങ്ങൾ പോയ കാര്യം നടത്തി തന്നോ എന്ന് നിങ്ങളൊന്നൊരു സർവേ എടുത്തു നോക്കും. ഞാൻ ചെയ്തു കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ഈ നാടിന് വേണ്ടിയാണ്. ഒരു മെമ്പർ ഏത് പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് പാർട്ടിക്കാരനാണെന്നുള്ളതല്ല, ആ നാട്ടിലെ ജനങ്ങൾക്കാണ് ഞാൻ ചെയ്തു കൊടുക്കും. അതിവിടെ അങ്ങനെയാണ്. ഞങ്ങളുടെ LDFൻ്റെ ഇവിടുത്തെ നിലപാടും അതാണ്. പാർട്ടിയൊന്നും നോക്കേണ്ട കാര്യമില്ല. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും MLA ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ പത്തനാപുരം LDFൻ്റെ ഒരു നിലപാട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്.